റീബിൽഡ് വയനാടിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കോട്ടപ്പടി മേഖലാ കമ്മിറ്റി ഹാജിയാർ പള്ളി യൂണിറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ജില്ലാ അധ്യക്ഷൻ ശ്യാം കെ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഡിവൈഎഫ്ഐ കോട്ടപ്പടി മേഖലാ കമ്മിറ്റി ഹാജിയാർ പള്ളി യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ പ്രദേശത്തെ 1000-ഓളം പേരാണ് പങ്കാളികളായത്. യൂണിറ്റ് സെക്രട്ടറി സ്വാലിഹ്, പ്രസിഡന്റ് അജിത്ത്, നജാഫ്, അഫ്സൽ എന്നിവർ ഉദ്യമത്തിന് നേതൃത്വം നൽകി. ഈ നാടിന്റെ യാഗ പിന്തുണയോടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കണ്ടെത്തും. പാഴ്വസ്തുക്കൾ ആക്രി ശേഖരിച്ച് അത് വിൽപ്പന നടത്തി കണ്ടെത്തുന്ന പണം ഓരോ വിശേഷ ദിവസങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന പണം, കുട്ടികളുടെ ധന സമ്പാദ്യത്തിൽ നിന്ന് അവർ നൽകുന്ന സംഭാവന, ഇങ്ങനെ അതോടൊപ്പം തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ കോട്ടപ്പടി മേഖലാ കമ്മിറ്റിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ബിരിയാണി ചലഞ്ച് പോലെ ധോത്തി ചലഞ്ച് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ പണം കണ്ടെത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടി മേഖലാ കമ്മിറ്റി ഫിഷ് ചലഞ്ച് നടത്തിയത്. അങ്ങനെ സ്വർണ്ണ കമ്മൽ ലഭിക്കുന്നുണ്ട്, സ്വർണ്ണ മോതിരം, അങ്ങനെ തങ്ങളാൽ കഴിയുന്ന നിലയിൽ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കണം എന്ന് ഈ നാടാകെ ഒത്തൊരുമയോടുകൂടി പറയുകയാണ്. അവരെ ആകെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതിന് കരുത്തു പകരുക എന്നതാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് റീബിൽഡ് വയനാട് എന്ന പേരിൽ ഡിവൈഎഫ്ഐ ഈ വീട് നിർമ്മിച്ചു നൽകുന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് വലിയ പിന്തുണയാണ് ജില്ലയിലാകെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ 50 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു കഴിഞ്ഞു. ഈ നാടിന്റെ ആകെ പിന്തുണയോടെ നമുക്ക് പരമാവധി മനുഷ്യർക്ക് അവർക്ക് സഹായം എത്തിക്കാം. അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും നമുക്ക് പങ്കുചേർന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.